നമസ്കാരം. വില്ലേജ് ഇൻവെസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിക് ഓഫ് ഷെയർ മാർക്കറ്റ് എന്ന വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ഒന്നിച്ച് പഠിക്കാൻ പോകുന്നത് എന്താണ് ROE, എന്താണ് ROCE, എന്താണ് ROE അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി, എന്താണ് ROCE അഥവാ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നതിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് PE റേഷ്യോ, EPS, എന്താണ് ബൈബാക്ക് ഷെയർ, എന്താണ് റൈറ്റ് ഇഷ്യൂ എന്നതിനെ കുറിച്ചെല്ലാം വീഡിയോ ഒരു പ്ലേ ലിസ്റ്റ് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം, അത് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ അത് കണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്താണ് ROCE, എന്താണ് ROE, ഇത് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കമ്പനി നമ്മളൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ FD ഒരു 6 to 7% ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് വരും. അതേസമയത്ത് മ്യൂച്വൽ ഫണ്ടൊക്കെ ആണെങ്കിൽ ഒരു 11-12% റിട്ടേൺ കിട്ടും. എല്ലാ വർഷവും ഇല്ല, എന്നാലും ഒരു ആവറേജ് റിട്ടേൺ ആയിട്ട് നമ്മൾ മാർക്കറ്റ് നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുമെങ്കിൽ ആവറേജ് റിട്ടേൺ ഒരു 11 to 12% റിട്ടേൺ അതിലുണ്ടാവും. പക്ഷേ അതേസമയം നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ ആ മൂലധനത്തിൽ എത്ര രൂപ റിട്ടേൺ കിട്ടി എന്നതറിയാനാണ് ROE നമ്മൾ നോക്കുന്നത്. അതേസമയം ROCE നോക്കുന്നത് മൊത്തം ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റി ക്യാപിറ്റലും പ്ലസ് ഡെപ്റ്റ്, ബാങ്കിൽ കടം അല്ലെങ്കിൽ കടപ്പത്രം ഇറക്കിയിടും. അപ്പോൾ അതിലൂടെ കിട്ടുന്ന ആ പൈസയും ഇക്വിറ്റി ഈ മൊത്തം ക്യാപിറ്റൽ ഉപയോഗിച്ച് കിട്ടുന്ന റിട്ടേൺ എത്രയാണ്, അതിൻ്റെ പേഴ്സൻറ്റേജ് റിട്ടേൺ, എത്ര പേഴ്സൻറ്റേജ് റിട്ടേൺ കിട്ടി എന്നത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് ROCE. ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഇതെപ്പോൾ നമ്മൾ ഉപയോഗിക്കണമെന്ന്, എപ്പോൾ നമുക്കിത് എപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ നോക്കണം, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എപ്പോൾ നോക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ ലാസ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഉദാഹരണമായി ഈ ROE കാണാൻ വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ നമുക്കൊന്ന് നോക്കാം. കമ്പനിയെക്കുറിച്ച് നോക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ROCE എന്താണെന്ന് അറിയാനും ROE എന്താണെന്ന് അറിയാനും വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇതിൻ്റെ ROCE 27.2, ROE അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി 20.2, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 27.2 ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ROE അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യം നോക്കാം. ഇതിലിപ്പോൾ 20.2 വന്നിട്ടുണ്ട്. അതിന് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എടുക്കും. നെറ്റ് പ്രോഫിറ്റ് ഇതിലിപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്വാർട്ടർലി റിസൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് നെറ്റ് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇയർലി ക്വാർട്ടർലി റിസൾട്ട്, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അങ്ങനെ ഇയർലി റിസൾട്ട് നമ്മൾ എടുക്കും. ഇയർലി റിസൾട്ട് ഇതിൽ ഓപ്പറേറ്റ് സെയിൽസ് 61,000 കോടി, എക്സ്പെൻസ് 47,000 കോടി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് 14,659 കോടി കാണിക്കുന്നത്. നമുക്കിതിൽ നെറ്റ് പ്രോഫിറ്റ് ടാക്സും കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ്, ആ നെറ്റ് പ്രോഫിറ്റാണ് 10,282. ആ 10,282 എടുക്കണം നെറ്റ് പ്രോഫിറ്റ്. ആ നെറ്റ് പ്രോഫിറ്റ് 10,282 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അഥവാ ഇക്വിറ്റിയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇക്വിറ്റി ഷെയർ എടുക്കുക. അപ്പോൾ ഇതിൽ ഇക്വിറ്റി ഷെയർ എടുത്തിരിക്കുന്നത് നമ്മൾ 235 കോടി ഇക്വിറ്റി ഷെയർ ഉണ്ട് വാല്യൂ. അപ്പോൾ 235 കോടി ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റിസർവ്, നമ്മൾ റിസർവ് എടുക്കും. അപ്പോൾ 50,541 റിസർവ്. അപ്പോൾ നമ്മളിത് എടുത്തിരിക്കുന്നത് 235 കോടി പ്ലസ് 50,541 കോടി റിസർവും ചേർത്തിട്ട് ടോട്ടൽ 51,218. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 10,200, ഇതിൽ നമ്മൾ കണ്ടല്ലോ പ്രോഫിറ്റ് 10,282 നെറ്റ് പ്രോഫിറ്റ്. ആ 10,282 നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റിസർവ്, അത് ടോട്ടൽ ചെയ്യുമ്പോൾ 51,218 വരും. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ഇൻറ്റു 100 നമുക്ക് പേഴ്സൻറ്റേജ് കിട്ടുന്നതുകൊണ്ട് ഇത് രണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യുമ്പോൾ 20.07 അഥവാ 0.07 ആയതുകൊണ്ട് 0.2 ആയിട്ട് കണക്കാക്കാം. അപ്പോൾ 20.2 വരിക. അപ്പോൾ ഇതിലിപ്പോൾ ROE നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 20.2. അപ്പോൾ ROE ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് 20.2. അതെങ്ങനെ വന്നു വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി ക്യാപിറ്റൽ, അഥവാ നമ്മൾ ഈ ഷെയർ ക്യാപിറ്റലാണ് കാണുന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ കാണുമ്പോൾ പ്ലസ് റിസർവും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റിസർവാണ് ഇൻറ്റു 100 പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ROE കിട്ടും. ഇനി എങ്ങനെ നമ്മൾ ROC എന്ന് കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ ROCയെ കാണാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ഇബിറ്റയാണ്. ഇബിറ്റ മീൻസ് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് ഇബിറ്റ പറയുന്നത്. നമ്മൾ ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ നമ്മളിപ്പോൾ എടുത്തു ക്വാർട്ടറിൻ്റെ റിസൾട്ട്, നമ്മളിപ്പോൾ ഇയർലി റിസൾട്ട് എടുക്കണം. ഇയർലി റിസൾട്ടിൽ എബിറ്റ വന്നിരിക്കുന്നത് 14,659 അതിൻ്റെ എബിറ്റ അഥവാ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതിനെയാണ് എബിറ്റ് എന്ന് പറയുന്നത്, അഥവാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്മൾ എടുക്കണം. അവിടെ നമ്മൾ എടുത്തത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി ഷെയർ ആണ് എടുത്തത്. ഇതിൽ നമ്മൾ ROC കാണാൻ വേണ്ടി മൊത്തം ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എബിറ്റ അഥവാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ പ്ലസ് ടോട്ടൽ ഡെപ്റ്റ്, അഥവാ നമ്മൾ എത്ര കടമുണ്ടോ അതും കൂടി എടുക്കണം. ഇപ്പോൾ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ലയബിലിറ്റി അപ്പോൾ നമ്മളിപ്പോൾ എടുത്തു. ഇതിൽ ഷെയർ ക്യാപിറ്റൽ 235 കോടി പ്ലസ് റിസർവ് 50,541 കോടി. ഇപ്പോൾ ഇത് രണ്ട് ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 51,218 കോടിയാണ് മൊത്തം ക്യാപിറ്റൽ ഇക്വിറ്റി ക്യാപിറ്റലായിട്ട് ഇത് എടുക്കുന്നത്. പ്ലസ് ബോറോയിങ്ങിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 1,651. അതർ ലൈബിലിറ്റി എടുക്കുന്നില്ല, നമ്മൾ ഈ ബോറോയിങ് മാത്രമായിട്ടുള്ള 1,651. അപ്പോൾ 1,651 അതിൽ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 52,722 വരും. 52,700 ഇതിൽ 52,722 കാണിക്കുന്നത്. ഈ 52,722 നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 14,659 ഡിവൈഡഡ് ബൈ 52,722. അതാ ഈ 14,657 എവിടെ നിന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് എടുത്തു. ഈ 52,722 വരുന്നത് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് പ്ലസ് ടോട്ടൽ ഡെപ്റ്റ് മൊത്തം 52,722 വരും. ഇത് 14,659 ഡിവൈഡ് ബൈ 52,722 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 27.08 കിട്ടും. അഥവാ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൻ്റെ ROCE 27.02. ഇങ്ങനെയാണ് നമ്മൾ ROCE കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ROCE എടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ്. പക്ഷേ അതേസമയം ROE റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് നെറ്റ് പ്രോഫിറ്റാണ്. അതെന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ROCEയിൽ നമ്മൾ ഡെറ്റും കൂടെ കൺസിഡർ ചെയ്യണം. ആ ഡെറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പുള്ള കണക്കെടുക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കിട്ടുള്ളൂ. നമ്മൾ ഈ സാധാരണ ഈ FMCG കമ്പനികളിലും മെറ്റൽ സെക്ടർ നമ്മൾ എപ്പോഴും ROE കാണുമ്പോൾ അതാത് സെക്ടർ കാണണം. സാധാരണഗതിയിൽ FMCGയിലൊക്കെ ROCE കൂടുതലായിരിക്കും. അതേസമയത്ത് ഇപ്പോൾ റിലയൻസ് എടുക്കുകയാണെങ്കിൽ റിലയൻസ് ഇപ്പോൾ ടാറ്റ സ്റ്റീൽ എടുത്തോളൂ. ടാറ്റ സ്റ്റീൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ROE ഒക്കെ കുറവായിരിക്കും. ഇപ്പോൾ ഇതിൽ ROCE 7 ആണ്, ROE വന്നിട്ട് 6.55 അങ്ങനെയുള്ളൂ. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ
അത്രത്തോളം ക്യാപിറ്റൽ ടാറ്റ സ്റ്റീലിന് ആവശ്യമുണ്ട്. ക്യാപിറ്റൽ കൂടുതൽ ആവശ്യമാണ്. അതുകൊണ്ട് അതിൻ്റെ ROC എല്ലാം കുറവായിരിക്കും. അതേ സമയത്തിൽ നമ്മുടെ FMCG കമ്പനികൾക്ക് സ്റ്റീൽ സെക്ടറോ ഓട്ടോ സെക്ടറോ ആ കമ്പനികൾക്കുള്ള അത്രത്തോളം ക്യാപിറ്റൽ ആവശ്യമില്ല. അപ്പോൾ നമ്മളെടുക്കും അതാത് സെക്ടറിൽ കമ്പയർ ചെയ്യുക. പിന്നെ മെറ്റൽ സെക്ടറേയും IT സെക്ടറേയും അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. FMCG സെക്ടർ അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല. അതാത് സെക്ടർ എടുത്ത് അത് കമ്പയർ ചെയ്യും. പിന്നെ നമ്മളിതിലേത് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ROC ആണോ എടുക്കേണ്ടത് ROE ആണോ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരുപാട് കടം കുറഞ്ഞ കമ്പനി, നമ്മളിപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എടുത്തു. ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ കടം ഭയങ്കര കുറവാണ്. അതുകൊണ്ട് നമുക്ക് ROE നമുക്ക് എടുക്കാം, അത് കൺസിഡർ ചെയ്യാം. ROE നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതേ സമയത്തിൽ ഇതിപ്പോൾ വേദാന്ത നമ്മൾ എടുക്കുകയാണെങ്കിൽ വേദാന്തയിൽ ROC വന്നിട്ട് ശ്രദ്ധിച്ച് നോക്കി 20.9 ഉള്ളൂ. ROE വന്നിട്ട് 10.5 ഉള്ളൂ. അവർക്ക് ROEയും കാട്ടി ROC ആണ് കൂടുതൽ. എന്തുകൊണ്ട് ഈ 10ൻ്റെ അടുത്ത് വ്യത്യാസം വരാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേദാന്തയിൽ നമ്മൾ നോക്കിയാൽ കാണാം അവരുടെ കടം ഇതാണല്ലേ. റിസർവ് ഇക്വിറ്റി വന്നിട്ട് 391 കോടി, റിസർവ് 37,000 കോടി. പക്ഷേ അതേസമയം ബോറായി നോക്കി 79,000 കോടി. റിസർവും ക്യാപിറ്റലിന് ഡബിളോളം കടമുണ്ട്. അതുകൊണ്ടാണ് ഈ കടം ROE അതിൽ കൂടുതലായി കാണുന്നത്. അപ്പോൾ ഈ കടം കൂടിയ കമ്പനി നമ്മൾ ശ്രദ്ധിച്ച് വേണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. പക്ഷേ ഇതിൽ കാണിക്കുന്നതിൽ ROC ഇങ്ങനെ കടം കൂടിയ കമ്പനികൾ എപ്പോഴും ROC നോക്കിയാലേ റിട്ടേൺ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ക്യാപിറ്റൽ മാത്രം ഇക്വിറ്റി മാത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കടം കൂടിയ കമ്പനികൾ നോക്കുമ്പോൾ ROCയും കടം കുറഞ്ഞ കമ്പനി നോക്കുമ്പോൾ ROE കൺസിഡർ ചെയ്യാം. എന്താണ് ROC, എന്താണ് ROE എന്ന കാര്യം നിങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.